കേരള സർവകലാശാലയിൽ നിന്നാണ് ഈ വാർത്തയെത്തുന്നത്. VC-യുടെ ചട്ടലംഘന നടപടികൾ അവിടെ തുടരുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ. അസാധാരണ നീക്കവുമായി കേരള സർവകലാശാല VC നവംബർ 1 വിളിച്ച സെനറ്റ് യോഗം ചട്ടവിരുദ്ധമായതോടെ സെനറ്റ് യോഗത്തിന് മുൻപ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ VC മോഹനൻ കുന്നുമേൽ. അടുത്ത മാസം 4-നാണ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ഷീജ തിരുവനന്തപുരത്ത് നൽകും. ഷീജ, 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ സെനറ്റ് യോഗം വിളിക്കണം എന്നതാണ് കേരള സർവകലാശാലയുടെ ചട്ടം എന്ന് പറയുന്നത്. അത് ലംഘിച്ചുകൊണ്ടാണ് VC മുന്നോട്ട് പോയത്. നവംബർ മാസത്തിലാണ് VC സെനറ്റ് വിളിച്ചത്. എന്നാൽ അത് ചട്ടവിരുദ്ധമാണ് എന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ സ്പെഷ്യൽ സെനറ്റ് വിളിച്ചിരിക്കുകയാണോ? ഈ സ്പെഷ്യൽ സെനറ്റിന്റെ അജണ്ട എന്താണ് ഷീജ? തീർച്ചയായും വരും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയതുമാണ് ഈ വാർത്ത. അതായത് ഈ സെനറ്റ് യോഗം ചേരേണ്ടത് 4 മാസത്തിലൊരിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ജൂൺ 17 ശേഷം ഈ അടുത്ത മാസം 16 ഒക്ടോബർ 16-നകം സെനറ്റ് യോഗം ചേരണം എന്നുള്ളതാണ് സർവകലാശാലയുടെ ചട്ടം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ സെനറ്റ് യോഗം വിളിച്ചതാകട്ടെ നവംബർ 1-നാണ്. ഇതിന് നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത് ഗവർണർക്ക് കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ നവംബർ 1-ന് സെനറ്റ് യോഗം വിളിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അത് സർവകലാശാല ചട്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട വിഷയമില്ലേ ഷീജ പറഞ്ഞതുപോലെ ഗവർണറുടെ സൗകര്യം നോക്കി അല്ലെങ്കിൽ ചാൻസലറുടെ സൗകര്യം നോക്കി വിളിക്കാനുള്ളതല്ലോ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളൊക്കെ. അതൊക്കെ അതിന്റെ ചട്ടങ്ങൾ പാലിച്ച് നടക്കേണ്ടതല്ലേ? ഇവിടെ ഈ ചട്ടം ലംഘിക്കുന്നതിന് ഇതൊക്കെയാണ് ന്യായമായിട്ട് പറയുന്നത്. തീർച്ചയായും മനു, അത് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. അത് ചട്ടലംഘനവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് അതിനെ മറികടക്കാൻ വേണ്ടി മറ്റൊരു അസാധാരണ നടപടിയുമായി ഇപ്പോൾ VC രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ നവംബർ 1-ന് വിളിച്ചു ചേർത്തിട്ടുള്ള സെനറ്റിന് ബദലായി ഇപ്പോൾ അടുത്ത മാസം 4-ാം തീയതി ഒക്ടോബർ 4-നാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ അസാധാരണ നീക്കം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 4-ന് വിളിച്ചത് ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗമായി വിളിച്ചു ചേർക്കുമ്പോൾ നവംബർ 1-ന് മറ്റൊരു സെനറ്റ് യോഗം നേരത്തെ വിളിച്ചത് അത് അതുപോലെ തന്നെ നിൽക്കുന്നു. അത് റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അസാധാരണ നീക്കമായി വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വിഷയം മാത്രമാണ് അതിലൊരു അജണ്ടയാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു ചട്ടലംഘനത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സെനറ്റ് യോഗമാണ്. മറ്റ് അജണ്ടകൾ പൂർണ്ണമായും നവംബർ 1-ന്റെ അജണ്ടയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ VC കൈക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അസാധാരണ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.